Hello children. Hello. ശബ്ദം കേൾക്കാലോ അല്ലേ? ഓക്കെ. നമ്മൾ കുറച്ച് സീരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ലിമിറ്റ്സിൽ കുറച്ച് സീരീസ്. ഈ സീരീസ് ഒക്കെ നിങ്ങൾ പഠിച്ചോ മക്കളെ? ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇ പവർ എക്സ്, ഇ പവർ മൈനസ് എക്സ്, പിന്നെ സൈൻ എക്സ്, കോസ് എക്സ്, പിന്നെ ലോഗ് 1 പ്ലസ് എക്സ്, ലോഗ് 1 മൈനസ് എക്സ്. ഈ 6 എണ്ണം നിങ്ങൾക്ക് കയ്യിലുണ്ടാവണം. ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഇതറിഞ്ഞാലും മതി. വി കോൾ ഇറ്റ് ആസ് മെക്ലോറിൻ സീരീസ്. ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിലും മെക്ലോറിൻ സീരീസിൽ എഴുതാവുന്നതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് 0 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടറൽ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടറൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 പ്ലസ് എക്സെട്ര. അങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ബാക്കി ഇത് മാത്രമല്ല കേട്ടോ, സീരീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഈ 6 എണ്ണെങ്കിലും പഠിക്കണം. ഇ പവർ എക്സ്, ഇ പവർ മൈനസ് എക്സ്, സൈൻ എക്സ്, കോസ് എക്സ്, ലോഗ് 1 പ്ലസ് എക്സ്, ലോഗ് 1 മൈനസ് എക്സ്. ഇത് ഓർമ്മ ഉണ്ടാവുമല്ലോ? റൈറ്റ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ലിമിറ്റ്സിലെ കുറച്ചുകൂടി കൺസെപ്റ്റ്സ് പറഞ്ഞിട്ട് വിൽ ഗോ ടു ദ അതർ ടോപ്പിക്. ഒന്ന് സാൻഡ്വിച്ച് തിയറം ആണ്. നമ്മൾ സാൻഡ്വിച്ച് തിയറം പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. സാൻഡ്വിച്ച് തിയറം, സാൻഡ്വിച്ച് പ്രോപ്പർട്ടി. സാൻഡ്വിച്ച് പ്രോപ്പർട്ടി പറയും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സ്ക്വീസ് തിയറം. സ്ക്വീസ് തിയറം. മക്കളെ എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തിയെങ്കിലും ഒരു കാര്യം പറയാം. നാളെ മാത്തമാറ്റിക്സ് ക്ലാസ് ഉണ്ടാവില്ല. അതിന് പകരം ബോട്ടണി ക്ലാസ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ബോട്ടണി ഫ്രണ്ട്സിനോടൊക്കെ പറയാം. സാൻഡ്വിച്ച് പ്രോപ്പർട്ടി, സ്ക്വീസ് തിയറം. സാൻഡ്വിച്ച് പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് ഒരു നമ്മൾ സൈൻ തീറ്റ ബൈ തീറ്റ വെൻ തീറ്റ ടെൻസ് 0 1 പറയുമ്പോൾ നമ്മൾ ഈ തിയറം പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇടയിൽ തിരിഞ്ഞളിക്കുക അടിച്ചോളൂ. സേ ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ്. എന്നിട്ട് എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ആസ് എക്സ് ടെൻസ് ടു എ, എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ജി ഓഫ് എക്സ് ഒരു നമ്പറിലേക്ക് ടെൻഡ് ചെയ്യാം. അതേ നമ്പറിലേക്ക് തന്നെ എച്ച് ഓഫ് എക്സും ടെൻഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എക്സും അതേ നമ്പറിലേക്ക് ടെൻഡ് ചെയ്യും. ഇതാണ് സാൻഡ്വിച്ച് തിയറം പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിൻ്റെയും എച്ച് ഓഫ് എക്സിൻ്റെയും ഇടയിലാണ്. ജി ഓഫ് എക്സ് എൽ എന്നുള്ള നമ്പറിലേക്ക് ടെൻഡ് ചെയ്യുക, എച്ച് ഓഫ് എക്സും അതേ നമ്പറിലേക്ക് ടെൻഡ് ചെയ്താൽ എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും അതേ നമ്പറിലേക്ക് ടെൻഡ് ചെയ്യും. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു എലോജി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒരു ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പം ഏറ്റവും ഫ്രണ്ടിലെ ഭാഗം, അതായത് റെയിൽവേ എന്താ പറയുക, എന്താണ്, ഡ്രൈവറും ഗാർഡും ഒരു സ്റ്റേഷനിൽ എത്തിയാൽ തീർച്ചയായിട്ടും ഇടയിലുള്ള പാസഞ്ചേഴ്സും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. ഓർമ്മയില്ലേ? അതാണ് ഐഡിയ, സാൻഡ്വിച്ച് പ്രോപ്പർട്ടി. ഇത് ഉപയോഗിച്ചിട്ടാണ് സൈൻ തീറ്റ ബൈ തീറ്റ വെൻ തീറ്റ ടെൻസ് 0 1 പ്രൂവ് ചെയ്തത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം പ്രൂവ് ചെയ്യാണ്ട്. എക്സ് സൈൻ 1 ബൈ എക്സ്. ഇത് ഓർക്കണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എക്സ് സൈൻ 1 ബൈ എക്സ് വെൻ ലിമിറ്റ് എക്സ് ടെൻസ് 0 is equal to 1 is equal to 0. Prove that limit x tends to 0. എഴുതിയെടുക്കാം നിങ്ങൾ. Prove that limit x tends to 0 x sin 1 by x is equal to 0. ഈ പ്രോബ്ലം പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1 ബൈ എക്സ് ഇൻഫിനിറ്റിലേക്ക് പോവാം. സൈൻ ഇൻഫിനിറ്റി പറയുന്നത്, നോക്കൂ, സൈൻ എക്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. സൈൻ എക്സ് ഒരു ഓസിലേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. 1ൻ്റെയും -1ൻ്റെയും ഇടയിലാണ്. മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ -1 ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഇൻഫിനിറ്റി ആകുമ്പോഴും അതെ, സൈൻ ഇൻഫിനിറ്റി ഈസ് നോട്ട് ഇൻഫിനിറ്റി. സൈൻ ഇൻഫിനിറ്റി വിൽ ബി എ നമ്പർ ലൈങ് ബിറ്റ്വീൻ -1 and 1. അപ്പോൾ ഇത് -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ നമ്പറാണ്. എക്സ് 0 ആണ്. അപ്പോൾ ഇത് ഫൈനൈറ്റ് നമ്പറാണ്. സൈൻ ഇൻഫിനിറ്റി പറഞ്ഞാൽ ഡിഫൈൻഡ് അല്ല, പക്ഷേ ഫൈനൈറ്റ് നമ്പറാണ്. ഇറ്റ്സ് എ നമ്പർ ബിറ്റ്വീൻ -1 and 1. അത് ഏതാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് ഡിഫൈൻഡ് അല്ല എന്ന് പറയാം. പക്ഷേ ഇറ്റ്സ് എ ഫൈനൈറ്റ് വാല്യൂ. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനൻ അല്ലേ? ഡിഫൈൻഡ് അല്ലാത്ത എല്ലാം ഇൻഫിനിറ്റ് ആവണമെന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അത്. ഇത് ഓസിലേറ്റിംഗ് ആണ്. -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഏതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നോട്ട് ഡിഫൈൻ എന്ന് പറയുന്നത്. ഇനി എക്സ് 0ലേക്ക് പോകുമ്പോൾ എന്താ വരിക? 0 into a finite value is 0. അങ്ങനെയും പറയാം. അല്ലാതെ നമുക്ക് സാൻഡ്വിച്ച് തിയറം ഉപയോഗിച്ച് പറയാം. എങ്ങനെയാ?
സൈൻ 1/x എപ്പോഴും ഈ -1ന്റെയും 1ന്റെയും ഇടയിലാണ് ഉണ്ടാവുക. സൈൻ 1/x അല്ലേ? സൈൻ 1/x ബൗണ്ടഡ് ആണ്. 1ന്റെയും 1ന്റെയും ഇടയിലാണ് ഉണ്ടാവുക. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കാം? -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സൈൻ 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇങ്ങനെ വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ഇരിക്കുകയാണ്. ഒന്ന് -x ഒന്ന് എക്സും. അപ്പോൾ എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പം അത് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 -x ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 എക്സ് സൈൻ 1/x ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 എക്സ്. അപ്പോൾ ഇതെന്താ ആക്ച്വലി? ഇത് എങ്ങോട്ടാ ടെൻഡ് ചെയ്യുക? ഇത് 0യിലേക്ക് ടെൻഡ് ചെയ്യാം. ഇതും എങ്ങോട്ടാ ടെൻഡ് ചെയ്യാം? 0യിലേക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എങ്ങോട്ടാ ടെൻഡ് ചെയ്യാം? ഇതും 0യിലേക്ക് ടെൻഡ് ചെയ്യാം. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ് ടു 0 എക്സ് സൈൻ 1/xന്റെ വാല്യൂ എന്താ? 0 ആണ്. ഓക്കെ അല്ലേ മക്കളെ? മനസ്സിലായോ? ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 എക്സ് സൈൻ 1/xന്റെ വാല്യൂ 0 ആണ്. ഇത് ട്രിഗണോമെട്രിക് ലിമിറ്റ് അല്ല. എന്താണ് നമ്മളെ ട്രിഗണോമെട്രിക് ലിമിറ്റ് പറഞ്ഞാൽ? സൈൻ എക്സ് ബൈ എക്സ് വെൻ എക്സ് ടെൻഡ് ടു 0 ഈസ് 1. അതാണ് ട്രിഗണോമെട്രിക് ലിമിറ്റ്. ഇത് ട്രിഗണോമെട്രിക് ലിമിറ്റ് അല്ല. എക്സ് സൈൻ 1/x. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ലിമിറ്റ് ഓഫ് എക്സ് -1 സൈൻ 1/x -1 എക്സ് ടെൻസ് ടു 1. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് -1 സൈൻ 1/x -1 എക്സ് ടെൻസ് ടു 1. എന്താ നിങ്ങൾ ചെയ്യാം? എക്സ് -1ന് ടി കൊടുക്കാം. എക്സ് -1ന് ടി കൊടുക്കാം. അപ്പൊ ഇതെന്താവും? ടി സൈൻ 1/t. എക്സ് 1ലേക്ക് ടെൻഡ് ചെയ്യുമ്പം ടി എങ്ങോട്ടാ ടെൻഡ് ചെയ്യുക? 1 - 1 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പൊ ഇത് ലിമിറ്റ് ഓഫ് ടി ടെൻസ് ടു 0 വരും. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടു. ഇതിന്റെ വാല്യൂ 0 ആണെന്ന് കണ്ടു. റൈറ്റ്? അപ്പൊ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ടെൻസ് ടു 1 എക്സ് -1 സൈൻ 1/x -1 0 ആണ്. അതേപോലെ എക്സ് ടെൻസ് ടു 2 എക്സ് -2 സൈൻ 1/x -2 0 ആണ്. എക്സ് -3 സൈൻ 1/x -3 0 ആണ്. എക്സ് ടെൻസ് ടു k എക്സ് - k സൈൻ 1/x -k 0 ആണ്. You are using sandwich property. Okay. Now ഞാൻ 4 റിസൾട്ട്സ് പറയാം. 1 2 3 4 റിസൾട്ട്സ്. ഒന്ന്, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അടുത്തത് ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ് ടു 0 എക്സ് സൈൻ 1/x. 3, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ്. 4, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് സൈൻ 1/x. ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട് ജെയ്ക്ക്, എൻട്രൻസിന്. ബോർഡിനൊന്നും ചോദിക്കില്ല. ഇനിയിപ്പോൾ ബോർഡിന് ചോദിക്കുമെന്ന് പറയാൻ വയ്യ, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ബോർഡിന് വരുന്ന കാണുന്നുണ്ട്. സൈൻ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇത് ട്രിഗണോമെട്രിക് ലിമിറ്റ് ആണ്. ഇതിന്റെ വാല്യൂ 1 ആണ്. നമുക്കറിയാം. സൈൻ തീറ്റ ബൈ തീറ്റ വെൻ തീറ്റ ടെൻഡ്സ് ടു 0 is 1. സൈൻ തീറ്റ ഈസ് more or less equated to തീറ്റ വെൻ തീറ്റ ഈസ് വെരി സ്മോൾ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പം നമ്മൾ കണ്ടതാണ് എക്സ് സൈൻ 1/xന്റെ വാല്യൂ 0 ആണ്. ഇത് ട്രിഗണോമെട്രിക് ലിമിറ്റ് ആണ്. ഇത് പക്ഷേ സാൻഡ്വിച്ച് തിയറം ആണ്. അല്ലേ? സാൻഡ്വിച്ച് തിയറം ആണ്. എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ്? നോക്കാം. ഇതെങ്ങനെ നമ്മൾ കാണാം? നാലാമത്തെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ അറിയാം? 4th, എക്സിന് പകരം 1/t കൊടുക്കാം.
you put x equals 1 by t. 1 by t കൊടുത്തു നോക്കും മക്കളെ. അപ്പം എന്താ വരിക? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ടി എങ്ങടാ പോവാ? ടി സീറോയിലേക്ക് പോകും അല്ലേ? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടി സീറോയിലേക്ക് പോകും. അപ്പോൾ എന്താവും? സൈൻ ഓഫ് എക്സിന് പകരം 1 by t കൊടുക്കാം, ഡിവൈഡഡ് ബൈ 1 by t. ലിമിറ്റ് ഓഫ് ടി ടെൻസ് ടു 0 വരും. ഇത് ആക്ച്വലി എന്താ? ദിസ് ഇസ് ഓഫ് ലിമിറ്റ് ഓഫ് ടി ടെൻസ് ടു 0 ടി സൈൻ 1 by t ആണ്. ഇത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഇത് സാൻഡ്വിച്ച് തിയറം തന്നെയാണ്. മനസ്സിലായോ മക്കളെ? മൂന്നാമത്തെ മനസ്സിലായോ? നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ അല്ലേ? എക്സിന് പകരം 1 by t കൊടുത്താൽ രണ്ടാമത്തെ റിസൾട്ട് തന്നെയാണ് മൂന്നാമത്തെ. അപ്പോൾ സൈൻ എക്സ് ബൈ എക്സ് എക്സ്റ്റെൻസ് 0 1 ആണെങ്കിലും സൈൻ എക്സ് ബൈ എക്സ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 0 ആണ്. ഇത് നമുക്ക് ഇങ്ങനെയും ഹാൻഡിൽ ചെയ്യാം. സൈൻ എക്സ് സൈൻ ഇൻഫിനിറ്റി പറഞ്ഞാൽ ഫൈനൈറ്റ് വാല്യൂ, താഴെ ഇൻഫിനിറ്റി ആണ്. ഒരു ഫൈനൈറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്താ? 0 ആണ്. അങ്ങനെയും പറയാം. ഇനി നാലാമത്തെ എന്താ സംഭവിക്കുക? ഇതേപോലെ എക്സ്റ്റെൻസ് ടു എക്സ് ഈക്വൽ ടു 1 by t കൊടുത്താൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടി സീറോയിലേക്കാണ് പോവാം. അപ്പോൾ ഇതെന്താവും? ലിമിറ്റ് ഓഫ് ടി ടെൻസ് ടു 0 സൈൻ എക്സിന് പകരം 1 by t കൊടുക്കുകയാണ്. എക്സിന് പകരം 1 by t ആകുമ്പോൾ ഇത് 1 by t, സൈൻ 1 by x പകരം സൈൻ ടി. ഇത് ലിമിറ്റ് ഓഫ് സൈൻ ടി ബൈ ടി വെൻ ടി ടെൻസ് ടു 0 ആണ്. ഇത് ട്രിഗണോമെട്രിക് ലിമിറ്റ് തന്നെയാണ്. റൈറ്റ്? അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ട്രിഗണോമെട്രിക് ലിമിറ്റ് ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സാൻഡ്വിച്ച് തിയറാണ്. ഗുഡ് ഈവനിങ്. അഥവാ ലേറ്റ് ആയല്ലോ. ഓക്കെ, ഇനി ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സാൻഡ്വിച്ച് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ച് ലിമിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ലിമിറ്റ്സിലെ ക്വസ്റ്റ്യൻ അവസാനം ചെയ്യാം, ടോപ്പിക്ക് തീർന്നതിന് ശേഷം ചെയ്യാം കേട്ടോ. ഓക്കെ, ലിമിറ്റ്സിലെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലിമിറ്റ്സിലാകെ ഇതാ പഠിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ്? ട്രിഗണോമെട്രിക് ലിമിറ്റ് സൈൻ തീറ്റ ബൈ തീറ്റ വെൻ തീറ്റ ടെൻസ് ടു 0 = 1. പിന്നെ ഓൾജിബ്രിക് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ x raised to n minus a raised to n by x minus a equals n a raised to n minus 1. ഇത് കൂടാതെ 2-3 ലിമിറ്റ്സ് കൂടി ഉണ്ട് എക്സ്ട്രാ. അതും കൂടി ഇപ്പോൾ പഠിച്ചാൽ നല്ലതാണ്. അത് ഞാൻ വെറുതെ പറയാം. ഇത് ട്രിഗണോമെട്രിക് ലിമിറ്റ്, രണ്ടാമത്തെ ഓൾജിബ്രിക് ലിമിറ്റ്. വി കോൾ ദിസ് ആസ് ട്രിഗണോമെട്രിക് ലിമിറ്റ്. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് തിയറം പഠിച്ചു. പിന്നെ ഓൾജിബ്രിക് ലിമിറ്റ് ആണ്. ഓൾജിബ്രിക് ലിമിറ്റ്. മൂന്നാമത് വി കോൾ ഇറ്റ് ആസ് എക്സ്പോണൻഷ്യൽ ലിമിറ്റ്. എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ഇതാണ്. ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 a power x minus 1 by x is equal to log a to the base e. ഒന്ന് എഴുതിയെടുക്കോ. എക്സ്പോണൻഷ്യൽ ലിമിറ്റ്. a is some positive number. a bigger than 0 ആണ്. a പോസിറ്റീവ് ആണ്. we call that as exponential limit. ഇത് NCERT ഇല്ല, പക്ഷെ പഠിക്കണം. x tends to 0 a power x minus 1 by x log a to the base e. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതിന് കൂടെ തന്നെ നമുക്ക് ഇതും കൂടി പഠിക്കാം. ലിമിറ്റ് ഓഫ് x tends to 0
നിങ്ങൾ ഇനെ പറ്റി പഠിച്ചിട്ടില്ലേ? ലോഗിന്റെ ഡിഫോൾട്ട് ബേസ് ആണ് ഇ. ഇയുടെ വാല്യൂ എന്താ മക്കളെ? ഇയുടെ വാല്യൂ എന്താ? ഈസ് എ നമ്പർ ലൈങ് ബിറ്റ്വീൻ 2 and 3, അറൌണ്ട് 2.7 സംതിങ് ആണ് ഇയുടെ വാല്യൂ. അപ്പം എക്സിന് പകരം എക്ക് പകരം ഇ ആയാൽ ഇ പവർ എക്സ് മൈനസ് 1, ഈ പറയുന്ന ലോഗിന്റെ ഡിഫോൾട്ട് ബേസ് ആണ്. It will be log e to the base e. What is log e to the base e? 1. But ഇത് തന്നെയാണ് ഇത് for the case when a equal to e. E power x minus 1 by x is equal to 1. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ ഞാൻ പ്രൂവ് ചെയ്യാം. തേർഡ് വൺ, എക്സ്പോണൻഷ്യൽ ലിമിറ്റ്. എക്സ്പോണൻഷ്യൽ ലിമിറ്റ്. എക്സ്പോണൻഷ്യൽ ലിമിറ്റ് പറയുന്നത് എ പവർ എക്സ് മൈനസ് 1, ലിമിറ്റ് ഓഫ് എ പവർ എക്സ് മൈനസ് 1 ബൈ എക്സ്, എക്സ് ടെൻസ് ടു 0. ഇതിന്റെ വാല്യൂ എന്താന്ന് പറയുന്നത്? ലോഗ് എ ടു ദ ബേസ് ഇ ആണ്. ലോഗ് എ ടു ദ ബേസ് ഇ. പ്രൂഫ് നോക്കാം. പ്രൂഫ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ഇ റേസ് ടു ലോഗ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇ റേസ് ടു ലോഗ് എക്സ്, ഇ റേസ് ടു സൈൻ, ഇ റേസ് ടു ലോഗ് സൈൻ എക്സ്, സൈൻ എക്സ്, ഇ റേസ് ടു ലോഗ് എക്സ്, എക്സ്. അത് നിങ്ങൾ പഠിക്കും. ഇ റേസ് ടു എക്സും ലോഗ് എക്സും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ടാണ് ഇ റേസ് ലോഗ് എക്സ് എക്സ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 ഇ പവർ ലോഗ് എ റേസ് ടു എക്സ് എഴുതാം ടു ദ ബേസ് ഇ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. വെറും എ പവർ എക്സിന് ഇ റേസ് ടു ലോഗ് എ പവർ എക്സ് എഴുതാം. കേട്ടിട്ടുണ്ട്? വെരി ഗുഡ്, കേട്ടിട്ടുണ്ട്. ഇ റേസ് ടു ലോഗ്, ഇത് ജനറലി ഇങ്ങനെ പറയാം, എ റേസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ടു ദ ബേസ് എ വിൽ ബി എഫ് ഓഫ് എക്സ്. ജനറലി ഇങ്ങനെയും പറയാം. ആ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഫംഗ്ഷൻ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിൽ ആവാം കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 റേസ് ടു ലോഗ് 5 to the base 2 will be 5. ഇത് ലോഗിന്റെ പ്രത്യേകതയാണ്. അപ്പം ഇ റേസ് ടു, ആൻഡ് യു നോ ലോഗ് എ റേസ് ടു n is n log a. അപ്പോൾ ദിസ് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0. ഈ എക്സിന് ഇങ്ങനെ വെക്കാം, ഇ റേസ് ടു എക്സ് ലോഗ് എ ടു ദ ബേസ് ഇ മൈനസ് 1 ബൈ എക്സ്. ഇത് നിങ്ങൾക്ക് സീരീസ് ആക്കി എഴുതാം. നമുക്കറിയാലോ ഇ റേസ് ടു എക്സിന്റെ സീരീസ് എന്താ? എക്സ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്കിത് ഇ റേസ് ടു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു ലോഗ് എ എക്സ് ആണ്, ഇറ്റ് ഇസ് 1 പ്ലസ് x log a to the base e by 1 factorial. Other term plus x log a to the base e whole square by 2 factorial plus etc. minus 1 divided by x. അപ്പൊ ഈ വണ്ണും വെട്ടിപ്പോവും, ഈ വണ്ണും വെട്ടിപ്പോവും. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് എക്സ് പുറത്തെടുക്കാം. ഇഫ് യു ടേക്ക് എക്സ് ഔട്ട്സൈഡ്, ദിസ് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0. എക്സ് പുറത്തെടുത്താൽ എന്താ വരിക?
log a to the base e plus log a to the base e square into x. നോക്കൂ x സ്ക്വയർ ഉണ്ടാവും, അതിൽ x പുറത്തെടുക്കുമ്പോൾ വെറും x ആയി, പ്ലസ് എക്സെട്ര. ബാക്കി എല്ലാ ടേമിലും x ഉണ്ടാവും, ഹയർ പവേഴ്സ് ഓഫ് x ആയിരിക്കും അല്ലേ. ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആവും. ഇനി എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഫസ്റ്റ് ടേം ഒഴികെ ബാക്കി എല്ലാ ടേമിലും എക്സ് ഉള്ളത് കാരണം ഇവിടെ നിന്നുള്ള എല്ലാ ടേമിലും എക്സ് ഉണ്ട്, അവിടെ അതൊക്കെ വാനിഷ് ചെയ്യും. ആൻസർ വിൽ ബി ലോഗ്, ഇത് മാത്രം ഉണ്ടാവും, ലോഗ് എ ടു ദ ബേസ് ഇ. അപ്പോൾ ആ ഫോർമുല ഞാൻ കാണാതെ പഠിക്കാം. എ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്, എക്സ് ടെൻഡ്സ് ടു 0 is log a to the base e. അതിൻ്റെ കൊറോളറിയാണ് അടുത്തത്. എന്താ, എക്ക് പകരം ഇ ആയാൽ ഇ പവർ എക്സ് മൈനസ് 1 ബൈ എക്സ് ആവുന്ന ആൻസർ എന്തായിരിക്കും? ഇറ്റ് ഈസ് 1. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്ന്, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് 0, 3 പവർ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. a power x minus 1 by x, x to 0 in the log a. But the answer the log 3 to the base e. Again, ln3. ln3 എഴുതിയാലും മതി, നാച്ചുറൽ ലോഗ്. രണ്ടാമത്തെ ചോദ്യം, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് 0, ഇ പവർ എക്സ് മൈനസ് 1 ബൈ എക്സ് അല്ലെങ്കിൽ 4x, e power x minus 1 by 4x. നമുക്ക് വേണമെങ്കിൽ 4 പുറത്തെടുക്കാം, 1 by 4 പുറത്തെടുക്കാം. This is limit of x tends to 0, e power x minus 1 by x. ഇതിന്റെ വാല്യൂ 1 ആണ്. ആൻസർ is 1 by 4. മൂന്നാമത്തെ ചോദ്യം, limit of x tends to 0, 5 power x minus 1 divided by 6x. 5 power x minus 1 by 6x. 0 കൊടുക്കുമ്പോൾ 0 by 0 form ആണ്. What is the formula? 1 by 6 can be taken outside. Into what is 5 power x minus 1 by x, limit x to 0, ln 5. 1 by 6 ln 5. That's the answer. നാലാമത്തെ ചോദ്യം, ലിമിറ്റ് ഓഫ് x tends to 0, 6 raised to 3x minus 1 divided by 4x. x tends to 0, 6 raised to 3x minus 1 by 4x. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3x ആണ്, ഒരു x അല്ല, 3x ആണ്. അപ്പം ആക്ച്വലി ചെയ്യേണ്ടത് എങ്ങനെയാ ആക്ച്വലി ചെയ്യേണ്ടത്? ഹൗ ടു ഡു ദിസ്? ദിസ് ഇസ് എന്താ ചെയ്യേണ്ടത്? 4 പുറത്തേക്ക് എടുക്കാം, 1 by 4 ഇൻറ്റു ലിമിറ്റ് ഓഫ് x tends to 0, 6 raised to 3x minus 1 by x. അപ്പം 6 raised to 3x by x ആകുമ്പം, താങ്ക് യു അനീഷ്, 6 raised to 3x minus 1 by x ആണ്. നമുക്ക് x 0 ഇട്ട് ചെയ്യുമ്പം 1 ആണ്, 1 minus 1 0 ആണ്, 0 by 0 ഫോം ആണ്. ഇവിടെ 3x ആണെങ്കിൽ ഇവിടെയും 3x വേണം, അപ്പോൾ ഇവിടെ 3 എഴുതാം, പുറത്തൊരു 3 എഴുതാം. നമ്മൾ സൈൻ തീറ്റ ബൈ തീറ്റ ചെയ്ത് ഓർക്കട്ടോ. എന്താണോ സൈൻ 4x ആണെങ്കിൽ താഴെ 4x വേണം, സൈൻ 5x ആണെങ്കിൽ താഴെ 5x വേണം, സൈൻ x² ആണെങ്കിൽ താഴെ x² വേണം, സൈൻ x/2 ആണെങ്കിൽ താഴെ x/2 വേണം. അതുപോലെ 6 raised to 3x ആണെങ്കിൽ താഴെ 3x വേണം. അപ്പോൾ ഞാൻ ഇവിടെ x ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3 വെക്കുക, 3 പുറത്ത് വെക്കുക. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ വാല്യൂ എന്താ? ln 6, ln 6. അപ്പോൾ 3 ഇവിടെ എഴുതുക,
This 3 by 4 into ln 6. 3 by 4 ln 6. 3 by 4 ln 6 ഉണ്ടാവും ആരാണ് 3 by 4 ln 6 ഉണ്ടാവും കാരണം 6 raised to x അല്ലേ അപ്പൊ ln 6 ഉണ്ടാവും അഞ്ചാമത്തെ ചോദ്യം what is limit of x tends to 0 e raised to 4x minus 1 by 5x ഒന്ന് പറയൂ ആൻസർ ഇ റേസ് ടു ആണ് ഇ റേസ് ടു 4x മൈനസ് 1 ബൈ 5x എന്തായിരിക്കും ഉത്തരം വേഗം പറയൂ ആൻസർ ഇവിടെ 0/0 ഫോം ആണ് ഇ റേസ് ടു 4x ബൈ 5x കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഓപ്പറേറ്ററിലും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ എന്നാലും ഇപ്പോൾ ഫോം വെച്ചിട്ട് പറയൂ 0/0 ഫോം ആണ് ലിമിറ്റ് x and 0 ഇ റേസ് ടു 4x മൈനസ് 1 ബൈ 5x നേരിട്ട് തന്നെ എഴുതാം 4/5 എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് 5 പുറത്തേക്ക് എടുക്കുക 1/5 ഇൻറ്റു ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 ഇ പവർ 4x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എഴുതാം ഇവിടെ ഇയുടെ പവർ 4x ആയതുകൊണ്ട് ഇവിടെ 4 വെക്കണം അഡ്ജസ്റ്റ് ചെയ്യാം ഇൻറ്റു 4 എഴുതാം ഇതിന്റെ വാല്യൂ 1 ആണ് ഇറ്റ് ഈസ് 1/5 ഇൻറ്റു 1 ഇൻറ്റു 4 അതാണ് നമ്മൾ പറഞ്ഞ 4/5 ഓക്കെ limit of x tends to 0 3 power x minus 4 power x divided by x 3 power x minus 4 power x divided by x 3 power x minus 4 power x divided by x എന്താ ചെയ്യുക എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ആണ് സംഭവം ആ ഫോമിലേക്ക് എഴുതാം 3 power x minus 1 minus 4 power x minus 1 എഴുതാം ഈ രണ്ട് ഇവിടെ മൈനസ് പ്ലസ് ആവും മൈനസ് 1 വെട്ടിപ്പോവും ഡിവൈഡഡ് ബൈ എക്സ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു 1 കൂട്ടുക 1 കുറയ്ക്കുക എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 3 power x minus 1 by x minus limit of x tends to 0 4 power x minus 1 by x. What is 3 power x minus 1 by x? ഇത് നമ്മൾ കണ്ടതാണ് a power x minus 1 by x is ln a but this is ln 3 and this is ln 4. Ln m minus ln n is ln m by n. Very good. This ln 3 by 4. ln 3 by 4. Okay. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചെയ്യാം നമുക്ക് അത് വരാം അതിലേക്ക് വരാം exponential limit. We call this as exponential limit. Okay. Exponential limit. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ട്രിഗണോമെട്രിക് ലിമിറ്റ് സാൻഡ്വിച്ച് തിയറം ആൾജിബ്രൈക് ലിമിറ്റ് എക്സ്പോണൻഷ്യൽ ലിമിറ്റ് എക്സ്പോണൻഷ്യൽ ലിമിറ്റ് എ റേസ് ടു എക്സ് മൈനസ് 1 ഇ റേസ് ടു എക്സ് മൈനസ് 1 പഠിച്ചു ഓക്കെ റൈറ്റ് അടുത്തത് ഇതിൻ്റെ ഫോർമുല ഉണ്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് രണ്ട് പോയിന്റ് ഉണ്ട് ഒന്നാമത്തെ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി limits at infinity. Limits at infinity. ഒന്നാമത്തെ ഐഡിയ what is limit of x tends to infinity 1 by x വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് what is limit x tends to infinity 1 by x x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 by x ന്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും 0 ആയിരിക്കും what is limit x tends to what is limit of x tends to minus infinity 1 by x what is limit x tends to minus infinity 1 by x അതും 0 ആയിരിക്കും
how to understand this geometrically? ഇതെങ്ങനെ നിങ്ങൾ geometrically മനസ്സിലാക്കുക? ഇതാണ് y axis, ഇതാണ് x axis വിചാരിച്ചോ. 1/x-ന്റെ ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഇങ്ങനെയാണ് 1/x-ന്റെ ഗ്രാഫ് ഉണ്ടാവും. ഇങ്ങനെ അറ്റമില്ലാതെ പോകും, എൻഡ്ലെസ് ആയിട്ട്. ഇത് തൊട്ടു എക്സ് ആക്സിനോട് ഇങ്ങനെ തൊട്ടില്ല മാതിരി പോകും. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ, നെഗറ്റീവ് ആകുമ്പോഴും ഇങ്ങനെയാണ്. ഇതാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഗ്രാഫ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് റെക്ടാങ്കുലർ ഹൈപ്പർബോള. x² / a² - y² / a² = 1. എയും ബിയും ഈക്വൽ ആവാം. എന്നിട്ട് അത് കോർഡിനേറ്റ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്താൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള ആവും. നമ്മൾ PV = a constant, ബോയ്സ് ലോ, ചാൾസ് ലോ എന്തോ അല്ലേ, അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവാം. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. xy = a constant. xy = a constant ആണെങ്കിൽ xy = 1 ആണെങ്കിൽ y = 1/x ആയിരിക്കും. അപ്പോൾ റെസിപ്രോക്കൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവാം. ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഒരേപോലെ ഉണ്ടാവട്ടെ, ഒരേ സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകാൻ എന്താ, എക്സ് ഇൻഫിനിറ്റിലേക്ക് പോവാം ഇങ്ങനെ. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പം ഇതെങ്ങടാ പോവാ, ഇത് എക്സ് ആക്സിനോട് ഇങ്ങനെ അടുത്തടുത്ത് വരും. ഇറ്റ് ബിക്കം 0. എക്സ് -ഇൻഫിനിറ്റിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്, -ഇൻഫിനിറ്റിലേക്ക് പോകും, അപ്പോഴും അത് 0ലേക്ക് പോകും. അപ്പോൾ കൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ജോമെട്രിക്കലി? എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുന്നത് അങ്ങോട്ടേക്കാണ് പോവാം. എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുന്നു -ഇൻഫിനിറ്റിലേക്ക് പോകുന്നു ഒന്നാന്നല്ല, ഒരേ കഥയല്ല. എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുന്നത് അങ്ങോട്ടാ പോവാം, റൈറ്റ്. എക്സ് ഗോസ് ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ ഗോസ് ടു റൈറ്റ്. എക്സ് ഗോസ് ടു -ഇൻഫിനിറ്റി പറഞ്ഞാൽ ഗോസ് ടു ലെഫ്റ്റ്. അനിശ്ചിതമായിട്ട് അനന്തമായിട്ട് ഇടത്തോട്ട് പോകുന്നതിനാണ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി. അനന്തമായിട്ട് വലത്തോട്ട് പോകുന്നതിനാണ് എക്സ് ടെൻസ് ടു +ഇൻഫിനിറ്റി. ഡോണ്ട് ടേക്ക് -ഇൻഫിനിറ്റി ആൻഡ് +ഇൻഫിനിറ്റി ആസ് സെയിം. -ഇൻഫിനിറ്റിയും +ഇൻഫിനിറ്റിയും സെയിം അല്ല. +ഇൻഫിനിറ്റി അങ്ങടാണ്, -ഇൻഫിനിറ്റി ഇങ്ങടാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി? എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3x² plus 4x plus 1 divided by 5x² plus 2x plus 2 plus 3. എന്താണ് ഇതിൻ്റെ വാല്യൂ? ഇവിടെ നിങ്ങളൊരു കാര്യം 3 രീതിയിൽ ഇതിനെ കാണാം. ഞാൻ മെത്തേഡ് 1 പ്രൂവ് ചെയ്യാണ്. മെത്തേഡ് 1 ഐ വിൽ ബി ഡൂയിങ് ദിസ് ഇൻ മെനി മെത്തേഡ്സ്. അതിൻ്റെ അവസാനം നമ്മളൊരു ട്രിക്ക് പറയും, ഒരു ടൂള് പറയും. ആ ടൂള് നിങ്ങൾ പഠിക്കണം. മെത്തേഡ് 1 എന്താ വെച്ചാൽ, എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ മുകളിൽ ഇൻഫിനിറ്റിലേക്ക് പോകും, താഴെ അത് ഇൻഫിനിറ്റിലേക്ക് പോകും. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയാലോ 0/0 ഫോം ആയാലോ you can use L'Hopital rule. What does L'Hopital rule says? You can differentiate numerator and denominator till you get a defined form. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ഇൻഫിനിറ്റി, മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നോക്കൂ, 3x² ഡിഫറൻഷിയേറ്റ് 2x ആ വരും. 3x² ആകുമ്പോൾ 6x. പിന്നെ 4x ഡിഫറൻഷിയേറ്റ് 4. എക്സ് ഡിഫറൻഷിയേറ്റ് 4 ആണ്, 1 ആണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 1 ഡെറിവേറ്റീവ് 0 ആണ്. 5x², x² ഡെറിവേറ്റീവ് 2x ആണ്. 5x² 10x. 10x പ്ലസ് 2x ഡെറിവേറ്റീവ് 2. 3 ഡെറിവേറ്റീവ് 0. മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി എക്സ് ഇൻഫിനിറ്റിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഇൻഫിനിറ്റിക്ക് പോകും, ഇത് ഇൻഫിനിറ്റിക്ക് പോകും. അഗെയിൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. അപ്പോൾ എന്താ L'Hopital പറയുന്നത്? യു ക്യാൻ പ്രൊസീഡ് ടിൽ യു ഗെറ്റ് എ ഡിഫൈൻഡ് ഫോം, അല്ലേ? അപ്പോൾ മുകളിലും താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഒന്നുകൂടി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6 ആവും, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 10 ആവും. അപ്പോൾ 6/10 എന്ന് പറഞ്ഞാൽ വാല്യൂ എന്താ? 3/5 ആണ്. ആൻസർ ഇസ് 3/5. This is method 1. Now method 2. Method 2 എന്താ വെച്ചാൽ, മുകളിൽ ഡിഗ്രി 2 ആണ്, പോളിനോമിയലാണ്, ക്വാഡ്രാറ്റിക് ആണ്, ഡിഗ്രി 2 ആണ്. താഴെയും ഡിഗ്രി 2 ആണ്. മുകളിലും താഴെയും x² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. യു ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് x². അപ്പോൾ ഇവിടെ x² ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആവും. ഇവിടെ x² ഡിവൈഡ് ചെയ്യുമ്പോൾ 4x/x² ആകുമ്പോൾ 4/x ആവും. ഇവിടെ 1/x² ആവും, റൈറ്റ്?
divided by 5x square by x square 5 ആവും plus 2x by x square 2 by x ആവും plus 3 by x square ആവും. Now let x tends to infinity. X infinity but this will go to 0. This also will go to 0. This will go to 0. This will go to 0. The value will be 3 by 5. This is method 2. Is that clear, Maklai? 4 by x 0 like 1 by x square 0 like താഴെ infinity ആണ്. അപ്പോൾ x infinity പോകുമ്പോൾ 4 by x will go to 0. Right. Method 3. Method 3 എന്താ വെച്ചാൽ നോക്കൂ, leading coefficient of the numerator by leading coefficient of the denominator. അതിന് മുമ്പേ രണ്ട് ചെക്ക് ഉണ്ട്. മുകളിലെ പോളിനോമിയൽ ആവണം, താഴെ പോളിനോമിയൽ ആവണം, ഒരേ ഡിഗ്രി ആണെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫൈനൈറ്റ് വാല്യൂ എന്തായിരിക്കും? ന്യൂമറേറ്ററിലുള്ള എക്സ് ഏറ്റവും വലിയ പവറിന്റെ കോയിഫിഷ്യന്റ്. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിലുള്ള ഏറ്റവും വലിയ പവർ എക്സ് സ്ക്വയർ ആണ്, അതിന്റെ കോയിഫിഷ്യന്റ് 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ഏറ്റവും വലിയ പവർ എക്സ് സ്ക്വയർ ആണ്, അതിന്റെ കോയിഫിഷ്യന്റ് 5. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ട്രിക്ക്, ഇതാണ് ട്രിക്ക്. അപ്പൊ ട്രിക്ക് മാത്രം ഞാനിവിടെ അപ്പുറത്ത് എഴുതാൻ പോവാണ്. എന്താ ട്രിക്ക്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി P of x by Q of x ആച്ചു. P of x and Q of x are polynomials. P of x and Q of x are polynomials. You know what is a polynomials? Of degree m and n respectively. ഇതിന് ഡിഗ്രി എം ആണെന്ന് വെച്ചോളൂ, ഇതിന് ഡിഗ്രി എൻ ആച്ചോളൂ. പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ കേസ് 1 ഡിഗ്രി സെയിം ആണെങ്കിൽ, എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ, മുകളിലെ ഡിഗ്രിയും താഴത്തെ ഡിഗ്രിയും 3/10 അല്ലല്ലോ, 3/10 അല്ലല്ലോ, 3/5. നന്ദഗോപാൽ 3/10 അല്ല, 3/5. എക്സ് സ്ക്വയറിന്റെ കൂടുതൽ ആള് 3, ഇവിടുത്തെ എക്സ് സ്ക്വയറിന്റെ കൂടുതൽ ആള് 5. അപ്പൊ 3/5. ഓക്കെ, എമ്മും എന്നും ഈക്വൽ ആയാൽ, ന്യൂമറേറ്റർ ഡിഗ്രിയും താഴത്തെ ഡിഗ്രിയും സെയിം ആയാൽ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ആൻസർ വിൽ ബി ഫൈനൈറ്റ് ആൻഡ് ദ വാല്യൂ വിൽ ബി ലീഡിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ദ ന്യൂമറേറ്റർ by leading coefficient of the denominator. Leading coefficient of the numerator by leading coefficient of the denominator. Number 2, m n-നേക്കാൾ ബിഗർ ആണെങ്കിൽ, അതായത് ന്യൂമറേറ്റർ ഡിഗ്രി കൂടുതലാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ലിമിറ്റ് ഓഫ് x tends to infinity 3x square plus 5 divided by 10x square plus 4. What is the answer for this? മുകളിലെ പോളിനോമിയൽ ആണ്, താഴെ പോളിനോമിയൽ ആണ്, ഡിഗ്രി 2 ആണ്. എന്തായിരിക്കും ആൻസർ? 3/10 അല്ലേ? 3/10 ലീഡിംഗ് കോഎഫിഷ്യന്റ് ന്യൂമറേറ്റർ 3 അല്ലേ? അപ്പൊ ഇവിടെ 3x സ്ക്വയർ വരും, 3x ക്യൂബ് ആയിട്ട് വെച്ചോളൂ. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി കൂടുതലായിച്ചോളൂ. ഇവിടെ 3x സ്ക്വയർ വരും, 3x ക്യൂബ് ആച്ചോളൂ. ഇവിടെ 3x ക്യൂബ് പ്ലസ് 5 ആച്ചോളൂ. ന്യൂമറേറ്ററിന്റെ ഡിഗ്രി കൂടുതലാണെങ്കിൽ ന്യൂമറേറ്ററിനാണ് ഡോമിനൻസ് കൂടുതൽ. അപ്പൊ ഇതിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. അതാണിത്. എം എന്നേക്കാൾ ബിഗർ ആണെങ്കിൽ ആൻസർ ഇൻഫിനിറ്റി ആയിരിക്കും. തിരിച്ചാണെങ്കിലോ, എം ലെസ് ദാൻ എൻ ആണെങ്കിലോ, എം തിരിച്ചാണെങ്കിലോ, ഇപ്പൊ ഇങ്ങനെ അയച്ചോളൂ. ഇവിടെ എക്സ് സ്ക്വയർ വരും, എക്സ് അയച്ചോളൂ.
ഇവിടെ എക്സ് ആണ്. അപ്പൊ ഡിനോമിനേറ്ററിനാണ് ഡോമിനൻസ് കൂടുതൽ. അപ്പൊ ഡിനോമിനേറ്ററിന് ഡോമിനൻസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും വാല്യൂ? ഇറ്റ് വിൽ ടെൻഡ് ടു 0. അപ്പൊ ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്ററിന്റെ ഡിഗ്രിയും ഡിനോമിനേറ്ററിന്റെ ഡിഗ്രിയും സെയിം ആയാൽ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ആ ഫൈനൈറ്റ് വാല്യൂ എന്തായിരിക്കും? ലീഡിങ് കോഎഫിഷ്യന്റ് ഓഫ് ദ ന്യൂമറേറ്റർ ബൈ ലീഡിങ് കോഎഫിഷ്യന്റ് ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഡിഗ്രിക്കാണ് ഡോമിനൻസ് കൂടുതലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഡിനോമിനേറ്റർ ഡിഗ്രിക്കാണ് ഡോമിനൻസ് കൂടുതലെങ്കിൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. എക്സാമ്പിൾ, വാട്ട് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 1 divided by 5x cube plus 2x square plus x plus 10. ആൻസർ മാത്രം പറഞ്ഞാൽ മതി. One by 5. റൈറ്റ്, സിമ്പിൾ അല്ലേ മക്കളെ? 1 by 5. ഇവിടെ മുകളിൽ എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ 0, താഴെ എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇൻഫിനിറ്റി കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ, സിമ്പിളാണ്. എക്സ്റ്റൻഷൻ. ഇനി അടുത്തൊരു ഐഡിയ, ഇത് ലിമിറ്റ് സെറ്റ് ഇൻഫിനിറ്റി ആണ് പറയുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്, 1 raised to infinity ഫോം. 1 raised to infinity form. 1 raised to infinity form. 1 raised to infinity form എന്ന് പറഞ്ഞാൽ ഇതാണ് 1 raised to infinity form. അതും 1ലേക്ക് ടെൻഡ് ചെയ്യണം, മുകളിലും അതെ ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യണം. 1 ആവരുത്. 1 raised to infinity പറഞ്ഞാൽ 1 തന്നെയാണ്, പക്ഷെ 1 ടെൻഡ് ചെയ്യുന്ന പാടുള്ളൂ. ടെൻഡ് ചെയ്യുന്നതാണെങ്കിലേ അത് ഫോം ആവുള്ളൂ. അപ്പോൾ 1 1 1 1 1 100 തവണ 1 മൾട്ടിപ്ലൈ ആയാലും 1 അല്ലേ? അപ്പോൾ 1 1 1 1 ഇൻഫിനിറ്റി തവണ മൾട്ടിപ്ലൈ ആയാലും 1 തന്നെയാണ്. അപ്പോൾ 1 raised to infinity ഇൻഡിറ്ററേറ്റ് ഫോം അല്ല, പക്ഷേ 1 raised to infinity ഇൻഡിറ്ററേറ്റ് ഫോമാണ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ആണെങ്കിൽ. അപ്പോൾ 1 raised to infinity. വാട്ട് ഈസ് 1 raised to infinity? What is 1 raised to infinity? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇതാണ്. ഇവിടെയും ടെൻഡ് ചെയ്യണം, ഇവിടെയും ടെൻഡ് ചെയ്യണം. ഇതാണ് 1 raised to infinity ഫോം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ 1 raised to infinity ഫോം എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ 1 raised to infinity ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് 1 raised to infinity? വേഗം ഉത്തരം അറിയും. വാട്ട് ഈസ് 1 raised to infinity? മുകളിൽ ഇൻഫിനിറ്റി ടെൻഡ് ചെയ്യണം, എന്താ വാല്യൂ വരിക? 1 raised to, ഇതിന് ക്ലാരിറ്റി വേണം. 1 raised to infinity, 1ലേക്ക് ടെൻഡ് ചെയ്യല്ല, 1 1 തന്നെയാണ്, അത് 1 തന്നെയാണ്. വെരി ഗുഡ്, ഇത് 1 ആണ്. ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ല, ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ല. ഓക്കെ, ഇനി 1 raised to infinity എന്താ? 1 raised to infinity ഇതെന്താ? അത് ചെറിയൊരു പ്രശ്നമാണ്. എന്താ അറിയാം, ഇത് ഓസിലേറ്റിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ 1ലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതല്ലേ 1, 1ലേക്ക് റൈറ്റ് കൂടിയേ വരുന്നെങ്കിൽ 1നേക്കാൾ ലേശം കൂടുതലായിരിക്കും. 1നേക്കാൾ ലേശം കൂടുതലായിട്ടുള്ള സാധനം റേസ് ടു ഇൻഫിനിറ്റി വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. 1നേക്കാൾ ലേശം കൂടുതലായാൽ മതി, പവർ ചെയ്യുമ്പോൾ കൂടും. 1.01 ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ കൂടും. പക്ഷേ ഇങ്ങനെയാണെങ്കിലോ, ഇപ്പോൾ 0.999 സ്ക്വയർ ചെയ്താൽ വീണ്ടും കുറയുക ചെയ്യാം.
അപ്പോൾ 1-നേക്കാൾ താഴെയുള്ള സാധനം സ്ക്വയർ ചെയ്യുമ്പോഴും ക്യൂബ് ചെയ്യുമ്പോഴും റേസ് ടു 4 ചെയ്യുമ്പോഴും റേസ് ടു 1000 ചെയ്യുമ്പോഴൊക്കെ കുറയുക ചെയ്യാം. അപ്പോൾ 1-നേക്കാൾ താഴെയുള്ള സാധനം റേസ് ടു ഇൻഫിനിറ്റി എടുത്താൽ 0 ആവും. 1-നേക്കാൾ മേലുള്ള സാധനം റേസ് ടു ഇൻഫിനിറ്റി ആയാൽ ഇൻഫിനിറ്റി ആവും. വെരി ഗുഡ്, ആരോൺ സെഡ് ഇറ്റ് കറക്റ്റ്ലി. അപ്പം ഇത് 1 റേസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ലിമിറ്റ് ഇൻഫിനിറ്റിയും ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇത്? അല്ലേ? റൈറ്റ്, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അതല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. എന്താ? 1 റേസ് ടു ഇൻഫിനിറ്റി. ഇതിനെയാണ് നമ്മൾ 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം എന്ന് പറയുന്നത്. Hope it is clear. ഓക്കെ. അപ്പോൾ 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം എന്ന് പറയുന്നതും 1 റേസ് ടു ഇൻഫിനിറ്റി പറയുന്നത് ഡിഫറെൻ്റ് ആണ്. 1 റേസ് ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ 1ലേക്ക് ടെൻഡ് ചെയ്യാണ്. ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യാണ്, അല്ലാതെ ഇൻഫിനിറ്റി അല്ലാതെ. അപ്പോൾ ടെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് 1 ആവില്ല. 1ലേക്ക് ടെൻഡ് ചെയ്യല്ലേ, 1 ആവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് മുകളിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പണി കിട്ടും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. നൗ 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം. 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം. അവിടെ ഞാൻ 1 റേസ് ടു ഇൻഫിനിറ്റി അല്ല പറയുന്നത്, 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം എന്നാണ് പറയുന്നത് എപ്പോഴും കേട്ടോ. ഇതാണ് റിസൾട്ട്. ആ റിസൾട്ട് ആദ്യം എഴുതിക്കോളും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f of x raised to g of x is equal to e power limit extends to a f of x minus 1 into g of x. If f of x tends to 1 and g of x tends to infinity as x tends to a. ഇത് ഒരു ബോക്സ് ആയിട്ട് പഠിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഫ് ഓഫ് എക്സ് റേസ് പ്രൂഫ് ഞാൻ പറയില്ല, ജസ്റ്റ് ഇത് കാണാതെ പഠിക്കാം. എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് 1 ജി ഓഫ് എക്സ് ആണ്. കണ്ടോ? എഫ് ഓഫ് എക്സ് 1ലേക്ക് ടെൻഡ് ചെയ്യാണ്, ജി ഓഫ് എക്സ് എങ്ങോട്ടാ പോണേ? ഇൻഫിനിറ്റിലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ ഇത് 1 റേസ് ടു ഇൻഫിനിറ്റിലേക്ക് പോകണം. അതിനാണെങ്കിൽ ഉത്തരം എന്താ? ഇ ടു ദ പവർ എഫ് ഓഫ് എക്സ് മൈനസ് 1 ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് 1ലേക്കും ജി ഓഫ് എക്സ് ഇൻഫിനിറ്റിലേക്കും പോവാണ്. എഫ് ഓഫ് എക്സ് 1ലേക്കും ജി ഓഫ് എക്സ് ഇൻഫിനിറ്റിലേക്കും പോവാം. എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 1ലേക്ക് പോകണം, ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് 1ലേക്കും ഇത് ഇൻഫിനിറ്റിലേക്ക് പോയാൽ 1 റേസ് ടു ഇൻഫിനിറ്റി ആയി, സൗകര്യമായി. വിൽ ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദാറ്റ്. എഴുതിയില്ലേ? നോട്ട് ചെയ്തോ എല്ലാവരും? എഴുതിയെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. Limit extends to a f of x raised to g of x equals limit extends to a f of x minus 1 g of x. Very good. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. Question number 1. Limit of x tends to infinity 1 plus x tends to infinity വേണം, extends to 0. Limit x tends to 0 1 plus x raised to 1 by x. 1 plus x raised to 1 by. ഞാൻ മക്കളെ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 1 raised to 1 by x. മക്കളെ ഒരു മിനിറ്റ്, ഇതിന്റെ ആൻസർ പറയൂ. ഇതിന്റെ ആൻസർ ലിമിറ്റ് എക്സ് ടെൻസ് 0 1 raised to 1 by x. ഒന്ന് ഉത്തരം പറയൂ. ഇതിന് ഉത്തരം 1. വെരി ഗുഡ്. ദിസ് ഇസ് 1 റേസ് ടു ഇൻഫിനിറ്റി ആണ്. ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ല. ഇത് 1ലേക്ക് ടെൻഡ് ചെയ്യില്ല, 1 ആണ്. സ്വതവേ 1 ആണ്. 1ലേക്ക് ടെൻഡ് ചെയ്യല്ലേ. ഇത്
Can you understand the difference between this and this? This is x 0 ഇത് 1 ലേക്ക് ടെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് 1 raised to infinity ഫോം ആണ്. ഇത് 1 raised to infinity ഫോം അല്ല. ഓക്കെ, ഇത് is not 1 raised to infinity ഫോം. ഇത് 1 raised to infinity ഫോം ആണ്. I hope it is clear. Okay. അപ്പോൾ 1 raised to infinity ഫോം ആയതുകൊണ്ട് നമുക്ക് ഈ ഫോമിൽ ഉപയോഗിക്കാം. Answer the e raised to limit of x tends to 0 in the formula f of x minus 1 g of x. അല്ലേ, f of x minus 1 g of x. ഇതാണ് f of x. f of x 1 plus x ആണ്. ഈ പവർ ഇല്ല കേട്ടോ, ഇത് മാത്രം ബ്രാക്കറ്റിനുള്ളിൽ സാധനമാണ് f of x. അപ്പോൾ f of x minus 1 g of x ഫോമുല എന്താ? e raised to x tends to a f of x minus 1 g of x. ഇവിടെ f of x 1 plus x ആണ്, g of x 1 by x ആണ്. f of x minus 1, f of x is 1 plus x minus 1 into g of x, into g of x. What is your answer? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എത്ര ആൻസർ കിട്ടിയ മക്കളെ? എത്ര ആൻസർ വേഗം പറയൂ. കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ല. ഈ 1 1 വെട്ടിപ്പോവും. അപ്പോൾ ദിസ് ഇസ് ലിമിറ്റ് ഓഫ് x ടെൻഡ് ടു 0. ഇവിടെ x ഉണ്ടാവും, x ഇൻറ്റു 1 by x അല്ലേ. ഈ 1 by x ഉം x ഉം കൂടി വെട്ടിപ്പോവും. അപ്പം e raised to limit x is 0, 1 is 1. That is equal to e raised to 1 is equal to e. Actually, e ആണ് വാല്യൂ അല്ലേ, 1 അല്ല വാല്യൂ, e ആണ് വാല്യൂ. 1 അതിൻ്റെ വാല്യൂ കണ്ടോ, വ്യത്യാസം കണ്ടോ? വാല്യൂ ഇസ് e. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാം. ലിമിറ്റ് ഓഫ് x tends to 0 1 plus 4x raised to 5 by x. What is your answer? x 0 ടെൻഡ് ചെയ്യുമ്പോൾ ഇത് 1 ലേക്ക് പോകും. x 0 ഇത് ഇൻഫിനിറ്റിലേക്ക് പോകും. 1 raised to infinity ഫോം ആണ് അല്ലേ. It is 1 raised to infinity form. The answer is f of x minus 1 g of x. But this is e power limit of x tends to 0 f of x minus 1. Are they? Very good. 1 plus 4x minus 1 into 5 by x. 1 1 വെട്ടിപ്പോവും. e raised to limit x tends to 0 20 വെട്ടിപ്പോവും is equal to e raised to 20. വെറും 20 അല്ല, e raised to 20. അല്ലേ അഭിനു? അതല്ലേ ശരി? വെറും 20 അല്ല, e raised to 20 ആണ് ഉത്തരം. e power 20. Okay, question number 3. Limit of x tends to infinity. X plus 5 divided by x plus 2 whole raised to 3x whole raised to x plus 10. ഇത് കണ്ട ഉടനെ ഏതാ ഫോം എന്ന് പറയൂ? ഏതാ ഫോം നോക്കൂ. ഇത് എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ഇത് പോളിനോമിയൽ ബൈ പോളിനോമിയലാണ്. ഇതിന് ഡിഗ്രി എത്രയാ? 1 ആണ്. അപ്പോൾ ഇത് എങ്ങടാ പോവാ? 1ലേക്ക് പോവാം. ഇത് എക്സ് ഇൻഫിനിറ്റിലേക്കാണ്. ഇത് പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഒരേ ഡിഗ്രിയാ, 1 ആണ്. അപ്പോൾ ലീഡിങ് കോഷ്യന്റ് ന്യൂമറേറ്റർ ബൈ ലീഡിങ് കോഷ്യന്റ് ഡിനോമിനേറ്റർ 1 ആണ്. 1ലേക്ക് പോവാം.
ഇതെവിടെ പോവാ? ഇൻഫിനിറ്റിക്ക് പോവാം. 1 raised to infinity ഫോം അല്ലേ? അപ്പോൾ ഈ ഫോമിൽ ഉപയോഗിക്കാം. അപ്പോൾ e raised to limit of x tends to infinity f of x minus 1. എന്താ f of x minus 1? x plus 5 by x plus 2 minus 1 into g of x. അപ്പോൾ ഇത്ര ആൻസർ വരാം. This is e raised to limit x tends to infinity. x tends to infinity എന്ത് വരും? x plus 5 minus x minus 2 divided by x plus 2 into x plus 2. x വെട്ടിപ്പോകും. But this is equal to e raised to limit x tends to infinity. x വെട്ടിപ്പോയ 5 3 വരും അല്ലേ? 3x plus 30 divided by x plus 2. റെഡി അല്ലേ മക്കളെ? 5 minus 2 3 ആണ്. അപ്പോൾ 3x plus 30 by x plus 2. ഇത് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ്. പോളിനോമിയൽ ബൈ പോളിനോമിയലാണ്. ഇപ്പോൾ ലീഡിംഗ് ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ ബൈ ലീഡിംഗ് ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ. ആൻസർ ഇസ് വാട്ട്സ് യുവർ ആൻസർ? e പവർ, ഇവിടെ e പവർ 3, e power 3. Clear? Limit of x tends to infinity. X square plus 3x plus 4 divided by x square minus 5x plus 2 all raised to 3x plus 1. Answer. x tends to infinity ആണ്. അപ്പോൾ x tends to infinity ആകുമ്പോൾ ഇത് എങ്ങനെ പോവാം? ഇത് 1ലേക്കാണ് പോവാം. കാരണം ലീഡിംഗ് ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ ബൈ leading quotient denominator. More x square ആണ്, താഴെ x square ആണ്. This will go to 1. x simply go, this will go to infinity. 1 raised to infinity form ആണ്. My answer is e power limit x tends to infinity. f of x minus 1 g of x. മക്കളെ ഫോർമുല കാണാതെ പഠിക്കണേ. f of x minus 1 g of x. f of x ഇതാണ് x square plus 3x plus 4 divided by x square minus 5x plus 2 minus 1 into g of x. g of x എന്താ? 3x plus 1. Simplify ചെയ്യുമ്പോൾ e power limit of x tends to infinity. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നോക്കൂ. ഇത് എൽ സി എടുക്കാം. എൽ സി എടുക്കുമ്പോൾ താഴെ എക്സ് സ്ക്വയർ മൈനസ് 5x plus 2 വരും. മുകളിൽ എക്സ് സ്ക്വയർ പ്ലസ് 3x plus 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 5x plus 2 into 3x plus 1. റെഡി അല്ലേ? അപ്പോൾ കുറേ എണ്ണം വെട്ടിപ്പോ 3x സ്ക്വയർ. അപ്പോൾ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആൻസർ ഇസ് e പവർ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എന്താ വരിക? ഈ എക്സ് സ്ക്വയറും വെട്ടിപ്പോ 3x മൈനസ് 5x പ്ലസ് 5x വരും, 15 വരും അല്ലേ? 3x 5x അല്ലേ? 8x വരും. 8 is 24. ശരിയാ? Very good. E raised to 24. It is 3x, 5x is 8x. 8x അത് മതി. 8x പിന്നെ 4 മൈനസ് 2 മൈനസ് പ്ലസ് 2 അല്ലേ? ഇൻറ്റു 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 2. ദിസ് e raised to, നിങ്ങൾ ഈ പരിപാടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
താഴത്തെ ഡിഗ്രി 2 ആണ്, മുകളിലും താഴെയും പോളിനോമിയലാണ്. മുകളിൽ ഡിഗ്രി 2 ആണ്, താഴെ ഡിഗ്രി 2 ആണ്. കാരണം ഇത് 1 ഇത് 1 അപ്പൊ 2 ആണ്. അപ്പൊ ലീഡിങ് കോഎഫിഷ്യന്റ് ഓഫ് ദ ന്യൂമറേറ്റർ ബൈ ലീഡിങ് കോഎഫിഷ്യന്റ് ഓഫ് ഡിനോമിനേറ്റർ. അഭിനവിന് ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? അഭിനവിന് മനസ്സിലായി, എനിക്കറിയാം. ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായോ? അത് ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ 1 ആണ്, ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ 8 × 3 24 ആണ്. ആൻസർ ഇസ് e⁻²4. മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതാണ് വേറൊരു ഐഡിയ. റൈറ്റ്. ഇനി വേറെ 2-3 ചോദ്യം കൂടി വെച്ച് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഡിഫറൻസിയേഷൻ തുടങ്ങാം. അപ്പോൾ 1⁻∞ ഫോം. ഇനി അടുത്തത് ഡസ് നോട്ട് എക്സിസ്റ്റ് പ്രോബ്ലംസ്. ഈ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരുന്ന പ്രോബ്ലംസ് കുറച്ചുണ്ട്. ഇതിൽ ഒന്നാമത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു 0 mod x by x. ഇതിന്റെ ലിമിറ്റ് എന്താ? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കാരണം റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അവിടെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എടുക്കേണ്ടത്? നമുക്ക് റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എപ്പോഴാണ് എടുക്കുക? എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 0ന്റെ നെയ്ബർഹുഡിലെ ഫംഗ്ഷന്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കണം. ഇവിടെ mod x എക്സ് തന്നെയാണ്, എക്സ് പോസിറ്റീവ് ആകുമ്പോൾ. -x ആണ് if x നെഗറ്റീവ് ആകുമ്പോൾ. അപ്പോൾ എന്താണ്? 0ന്റെ ആസ്പാസിൽ mod xന്റെ ചിഹ്നം മാറുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും വേണം. വാട്ട് ഈസ് റൈറ്റ് ലിമിറ്റ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് mod x by x. This is limit x tends to 0 plus എങ്ങനെ ചെയ്യാം? ലിമിറ്റ് h tends to 0. എക്സിന് പകരം 0 പ്ലസ് എച്ച് വയ്ക്കാം അല്ലേ? 0ലേക്ക് ടെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ടെൻഡ് ചെയ്യാണ്. ഇങ്ങനെ ടെൻഡ് ചെയ്യുമ്പോൾ എക്സിന് പകരം 0 പ്ലസ് എച്ച് വയ്ക്കാം. എക്സിന് പകരം 0 പ്ലസ് എച്ച് വയ്ക്കാം. എച്ച് 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പം എക്സിന് പകരം 0 പ്ലസ് എച്ച് by 0 plus h. What is h? H is a very, very small positive real number. So this is limit of h tends to 0 mod h by h. ഇതും ഒന്നല്ല. കാരണം mod h പറയുന്ന h പോസിറ്റീവ് ആണ്. അപ്പോൾ mod h h തന്നെയാണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? ലിമിറ്റ് h tends to 0 h by h ആണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് രണ്ടും ഒന്നല്ലേ ചോദിക്കും. ഒന്നല്ല. ഇവിടെ എക്സ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇവിടെ എച്ച് പോസിറ്റീവ് ആണ്. എച്ച് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് എച്ച് തന്നെയാണ്. അപ്പോൾ എച്ച് ബൈ എച്ചിന്റെ വാല്യൂ എന്താ? ലിമിറ്റ് ഓഫ് എച്ച് ടെൻഡ്സ് ടു 0 1 and that is equal to 1. Therefore right limit is equal to 1. Now what is left limit? Left limit എങ്ങനെയാണ്? ലിമിറ്റ് ഓഫ് എച്ച് ടെൻഡ്സ് ടു 0 മൈനസ് അല്ല ലിമിറ്റ് ഓഫ് x tends to 0 minus mod x by x. x tends to 0 minus എങ്ങനെ ചെയ്യാം? x0 കുറച്ച് ഇപ്പുറത്ത് എടുക്കാം, 0ന്റെ ഇപ്പുറത്തെ സ്ഥാനം എടുക്കാം. ഇത് 0 minus h and let h tend to 0. അപ്പം h 0 ചെയ്യുമ്പോൾ ലിമിറ്റ് ഓഫ് h tends to 0. എക്സിന് പകരം 0 minus h വയ്ക്കാം. It is mod 0 minus h divided by 0 minus h. This is limit of h tends to 0. Mod 0 minus h തന്നെയാണ് അല്ലേ? h തന്നെയാണ്. Divided by minus h. The value will be -1. Limit of h tends to 0 minus 1 is equal to -1. Therefore left limit is equal to -1. Therefore right limit not equal to left limit. Right limit not equal to left limit. Therefore, limit does not exist. Left limit and right limit are different. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് there is no limit for that. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. I think you remember that. എന്താ ഞാൻ ഡിസ്കസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇങ്ങനൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, limit of x tends to 1 mod x minus 1 by x minus 1. What is your answer? Limit of x tends to 1 mod x minus 1 by x minus 1. What is your answer?
limit of x tends to 1, mod x minus 1 by x minus 1. What is your answer? Limit x tends to 1, mod x minus 1 by x minus 1. What is your answer? Please tell me. On the your answer. Mod x minus 1 by x minus 1 when x tends to 1. കഴിഞ്ഞ പ്രോബ്ലം എന്തായിരുന്നു? mod x by x tends to 0. ഇത് 1 അല്ല. ഓർക്കുക 1 അല്ല. എന്താ കാരണം വെച്ചാൽ mod x minus 1 സ്ഥിതി നോക്കൂ. ഇതാണ് mod x minus 1. നമ്മൾ പഠിച്ചില്ലേ mod x is x if x is positive. അപ്പോൾ mod x minus 1 സ്ഥിതി എന്താ? Mod x minus 1 will be equal to x minus 1 itself if x minus 1 is positive. Alle? Mod x minus 1 is positive. X minus 1 is positive means x is bigger than or equal to 1. Is equal to minus of x minus 1 if x is less than. For mod x minus 1 style മാറുക. Mod x minus 1 changes its style at 1. 1ന്റെ റൈറ്റ് സൈഡിൽ x minus 1 തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ മൈനസ് ഓഫ് x minus 1 ആണ്. Is that clear? അപ്പം 1ന്റെ റൈറ്റ് സൈഡിൽ ഇത് x minus 1 തന്നെയാണ്. 1ന്റെ ലെഫ്റ്റിൽ it is minus of x minus 1. It is 1 minus x. അതുകൊണ്ട് 1ന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അതിന്. അതുകൊണ്ട് 1ൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കേണ്ടത്? ഇഫ് ദ ഫംഗ്ഷൻ ചേഞ്ചസ് ഇറ്റ്സ് സ്റ്റൈൽ ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് ദാറ്റ് ലിമിറ്റ്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും എടുക്കണം, റൈറ്റ് ലിമിറ്റും എടുക്കണം. വാട്ട് ഈസ് ലെഫ്റ്റ് ലിമിറ്റ്? ലിമിറ്റ് ഓഫ് x tends to 1 minus mod x minus 1 divided by x minus 1. അല്ലേ? അപ്പോൾ 1ലെ ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെയാണ്? 1ലെ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാം. 1ലേക്ക് ലെഫ്റ്റ് കൂടി വരികയാണ്. ലെഫ്റ്റ് കൂടി വരുമ്പോൾ എന്താ? 1ന് പകരം 1 minus h വയ്ക്കാം. Replace x with 1 minus h and then let x tend to 0 ആണ്. അല്ലേ? അപ്പോൾ replace x with 1 minus h. എക്സിന് പകരം 1 minus h വയ്ക്കാം. അപ്പോൾ 1 minus h minus 1 divided by 1 minus h minus 1. Limit h tends to 0. മക്കളെ മനസ്സിലായോ? എക്സിന് പകരം 1 minus h വയ്ക്കാം. റൈറ്റ്. അപ്പോൾ ഈ 1ഉം 1ഉം വെട്ടിപ്പോവും. ഇതാ ഈ 1ഉം 1ഉം വെട്ടിപ്പോവും. ദിസ് ഇസ് ലിമിറ്റ് ഓഫ് h tends to 0. This is h by minus h. This is limit of h tends to 0 minus 1 is equal to minus 1. Therefore, left limit is equal to minus 1. Okay, le? Now come to right limit. Right limit minus 1 അല്ലേ? h by h. The plus h ആണ്. h by minus h. It is minus 1. And what is right limit? Right limit എന്താ വരിക? Limit of x tends to 1 plus mod x minus 1 by x minus 1. 1 plus. 1 plus ആവുമ്പോൾ എന്ത് ചെയ്യണം? Replace x with 1 plus h. And x tends to 0. x 0 tend ചെയ്യുമ്പോൾ modulus of 1 plus h minus 1 divided by 1 plus h minus 1. ഈ 1 1 വെട്ടിപ്പോവും. അപ്പോൾ mod h is h. Therefore, limit of h tends to 0, h by h is limit of h tends to 0, 1 is equal to 1. For right limit is 1. But left limit to minus 1 and right limit to plus 1 ആണ്. Therefore, limit does not exist.
left limit not equal to right limit. For limit does not exist. What is x tends to 1 x tends to 2 is the value? What is the value of this? Limit of x tends to 2 mod x minus 1 by x minus 1. If x tends to 1, 1 is now 3 in the 2 is the value 1. This 1 in the upper point limit exists 1 ആണ്. അതുപോലെ 1 ന്റെ ഇപ്പുറത്തുള്ള ഏത് പോയിന്റ് ആണെങ്കിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, വാല്യൂ വിൽ ബി -1. ഇതിന്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. y ആക്സ് x ആക്സ് വരച്ചാൽ 1ലാണ് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയും ഇങ്ങനെയും. 1ന്റെ റൈറ്റിൽ +1 ഉം 2ന്റെ ലെഫ്റ്റിൽ -1 ഉം. അപ്പോൾ 1ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, ബാക്കിയുള്ള സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം. Limit of x tends to 0 mod sin x by x. Limit of x tends to 0 mod sin x by x. In the value, പറയൂ. Mod sin x. Mod sin x അതേ സ്റ്റൈല് മാറും. 0ന്റെ വലതുഭാഗത്തുള്ള 0ന്റെ റൈറ്റ് ലൈനിൽ മോഡ് sin x ആണ്, 0ന്റെ ലെഫ്റ്റിലോ മോഡ് sin x -sin x ആണ്. അപ്പോൾ റൈറ്റ് ലിമിറ്റ് +1 ഉം ഇതിന്റെ വാട്ട് ഈസ് റൈറ്റ് ലിമിറ്റ്? വാട്ട് ഈസ് റൈറ്റ് ലിമിറ്റ്? കേരള ബോർഡ്സ് ഇതുപോലെ ചോദിക്കുമോ? ഇല്ല, കേരള ബോർഡ് ഇതുപോലെ ചോദിക്കില്ല. പക്ഷേ ഈ ലിമിറ്റ് മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് കേരള ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ അല്ല ഞാൻ ഡിസ്കസ് ചെയ്യണത്. കേരള ബോർഡിന് കുറച്ചേ ചോദിക്കുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ ഞാനത് ഫുൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് യു മസ്റ്റ് നോ സംതിങ്. അതുകൊണ്ടാണ് കേരള ബോർഡിന് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്താൻ പോകില്ല. കേരള ബോർഡിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. കേരള ബോർഡ് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തില്ല. കേരള ബോർഡ് മാത്രം പഠിച്ചിട്ട് എന്താ കാര്യം? കേരള ബോർഡിന് മാർക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? ഓക്കെ, റൈറ്റ് ലിമിറ്റ്. വാട്ട് ഈസ് റൈറ്റ് ലിമിറ്റ്? അല്ലേ, സോറി ഒന്നും പറയണ്ട, സോറി ഒന്നും വേണ്ടേ. ഐ തിങ്ക് യു നോ ഇറ്റ്. ഞാൻ പറയാത്തത് നിങ്ങൾക്ക് അറിയില്ലേ അതിൻ്റെ സ്ഥിതി? അതുകൊണ്ട് ദയവായിട്ട് കേരള ബോർഡിന് മാത്രമായിട്ട് പഠിക്കല്ലോ. റൈറ്റ് ലിമിറ്റ്. വാട്ട് ഈസ് റൈറ്റ് ലിമിറ്റ്? നോക്കൂ, ഇവിടെ മോഡ് സൈൻ എക്സ്, സൈൻ എക്സിന്റെ അപ്പുറത്തുള്ള സ്റ്റൈലല്ല ഇപ്പുറത്ത്. ഇപ്പം രണ്ടും വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കണം. ഓക്കെ, വാട്ട് ഈസ് റൈറ്റ് ലിമിറ്റ്? ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 പ്ലസ് മോഡ് സൈൻ എക്സ് ബൈ എക്സ്. ദിസ് ഇസ് ലിമിറ്റ് ഓഫ്, എങ്ങനെയാ എക്സ് ടെൻസ് 0 പ്ലസ് ചെയ്യാം? എക്സിന് പകരം 0 പ്ലസ് എച്ച് വയ്ക്കാം. അപ്പൊ എച്ച് ടെൻസ് 0, എക്സിന് പകരം 0 പ്ലസ് എച്ച്, സൈൻ എക്സിന് പകരം 0 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 0 പ്ലസ് എച്ച്. ദിസ് ഇസ് ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് 0. ശ്രദ്ധിക്കണേ, താഴെ എച്ച്. ഈ എച്ച് വെരി സ്മോൾ പോസിറ്റീവ് റിയൽ നമ്പറാണ്. സൈൻ എച്ച് പോസിറ്റീവ് ആണ്. എച്ച് പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ എച്ച് പോസിറ്റീവ് ആണ്. ശ്രദ്ധിക്കണേ, സൈൻ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് സൈൻ എക്സിന്റെ ഗ്രാഫ്. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ സൈൻ എക്സും പോസിറ്റീവ് ആകും. നെഗറ്റീവ് ആണെങ്കിലോ സൈൻ എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് സൈൻ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് സൈൻ എക്സ് തന്നെയാണ്, സൈൻ എച്ച് തന്നെയാണ്. ആൻഡ് ദ വാല്യൂ ഇസ് 1. ഫോർ റൈറ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1. മക്കളെ മനസ്സിലായോ? റൈറ്റ് ലിമിറ്റ് 1 പറഞ്ഞ് മനസ്സിലായോ? Now left limit. Left limit എന്താ? Limit x tends to 0 minus mod sin x by x. Limit x tends to 0 minus mod sin x by x.
എക്സ് സീറോയിലേക്ക് ലെഫ്റ്റ് കൂടി വരുമ്പോൾ എന്താ സംഭവിക്കാം? എക്സ് സീറോയിലേക്ക് ലെഫ്റ്റ് കൂടി വരുമ്പോൾ എന്താ സംഭവിക്കാം? സൈൻ ഓഫ് ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് സീറോ മോഡുലസ് ഓഫ് സൈൻ സീറോ മൈനസ് എച്ച് അല്ലേ? ലെഫ്റ്റ് കൂടി വരുമ്പോൾ എക്സിന് പകരം സീറോ മൈനസ് എച്ച് കൊടുക്കാം. ഡിവൈഡഡ് ബൈ സീറോ മൈനസ് എച്ച്. ഇത് വളരെ ശ്രദ്ധിക്കണേ മക്കളെ. ഇത് സീറോ ആണെങ്കിൽ ലെഫ്റ്റ് കൂടി വരുമ്പോൾ സീറോ മൈനസ് എച്ച്, എക്സിന് പകരം സീറോ മൈനസ് എച്ച് കൊടുക്കുക, എന്നിട്ട് എച്ച് സീറോയിലേക്ക് എൻഡ് ചെയ്യുക. അതാണ് ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് സീറോ, താഴെ മൈനസ് എച്ച് വരും. ഇത് മൈനസ് സൈൻ എച്ച്, മൈനസ് സൈൻ എച്ച് ആവുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് സൈൻ എച്ച് തന്നെ വരും. ഇനി സൈൻ എച്ച് ബൈ എച്ചിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് ആൻസർ ഇസ് -1. ഫോർ ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഇക്വൽ ടു -1. ലെഫ്റ്റ് ലിമിറ്റ് -1 റൈറ്റ് ലിമിറ്റ് +1 ആണ്. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഇക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore limit does not exist. Right? Left limit not equal to right limit, therefore limit does not exist. But limit x is 0 mod sin x by x exist ചെയ്യില്ല. കാരണം എന്താ? റൈറ്റ് ലിമിറ്റ് +1 ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 റൂട്ട് ഓഫ് 1 മൈനസ് കോസ് ടു എക്സ് divided by x. Root of 1 minus cos 2x by x. നിങ്ങൾക്കറിയാം 1 minus cos 2x is, what is 1 minus cos 2x? ഇത് 2 sin square x ആണെന്ന് നിങ്ങൾക്കറിയാം. 1 minus cos 2x is 2 sin square x. But this can be written as limit x tends to 0, 2 sin square x square root by x. And you also know root of x square is not just x, it is mod x. Root of x square veru x alla, it is mod x. Our root of 2 sin square x is root 2 mod sin x. Limit x tends to 0. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് മോഡ് സൈൻ എക്സ് ബൈ എക്സിന്റെ ലിമിറ്റ് എന്താ? റൈറ്റ് ലിമിറ്റ് +1 ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ലിമിറ്റ് എന്തായിരിക്കും? +√2 ആയിരിക്കും. ലെഫ്റ്റ് ലിമിറ്റ് എന്തായിരിക്കും? -√2 ആയിരിക്കും. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെൻ്റ് ആണ്. therefore limit does not exist. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. റൈറ്റ്? അപ്പോൾ ഇതാണ് ലിമിറ്റിനെ പറ്റി. കൂടുതൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ തിയറി മുഴുവൻ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പക്ഷേ ആ സീരീസ് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് അവസാനം ചെയ്യാം. ഓക്കെ, നൗ വിൽ സ്റ്റാർട്ട് ഡിഫറൻസിയേഷൻ. എന്താണ് ഡിഫറൻസിയേഷൻ്റെ ഡെഫിനിഷൻ? ഡിഫറൻസിയേഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സപ്പോസ് എഫ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ and a is a point in its domain of definition. The derivative of f at a is defined as limit x tends to a f of a plus h minus f of a by h, provided this limit exists. Derivative of f of x at a is denoted by f dash. This is f dash. F dash. Observe that f dash a quantifies a change in f of x at a with respect to x. ഇത് ന്യൂട്ടനാണ് കണ്ടുപിടിച്ചത്. ഐസക് ന്യൂട്ടനാണ് സംഭവം ഉണ്ടാക്കിയത്. ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള കണ്ടുപിടുത്തമാണ്. ഞാൻ അതിൻ്റെ ഐഡിയ പറയാം. അതായത് ഇപ്പം ഇതാണ് എക്സ് ആക്സിസ് വെച്ചോ. ഇതാണ് എക്സ് ആക്സിസ്.
ഇതാണ് y axis. And you have a function like this. A function. ഈ ഫംഗ്ഷൻ പേര് y equals f of x. ഫംഗ്ഷൻ ഗ്രാഫാണ്. f is a real valued function. എന്താ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും റിയൽ നമ്പേഴ്സ് ആവണം. എന്താ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡൊമെയിൻ എപ്പോഴും റിയൽ നമ്പേഴ്സ് ആവണം, അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആവണം. അപ്പോൾ യു മസ്റ്റ് നോ, ഇപ്പം നമ്മൾ അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് വി ആർ ബി ഡിസ്കസിങ് ഓൺലി അബൌട്ട് റിയൽ ഫംഗ്ഷൻ ആൻഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺലി. ഇപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഇനിയോ എ എന്നുള്ള പോയിന്റിൽ ഇപ്പം ഞാൻ ഇത്രേ പറഞ്ഞല്ലോ, ഇതാണ് എ എന്നുള്ള പോയിന്റ്. ഇതാണ് എ എന്നുള്ള പോയിന്റിൽ ഇപ്പം ഈ സാധനം എന്തായിരിക്കും? വാട്ട് വിൽ ബി ദിസ്? ഈ ലെങ്ത് എന്തായിരിക്കും? ദിസ് ലെങ്ത് വിൽ ബി എഫ് ഓഫ് എ, റൈറ്റ്? ദിസ് ലെങ്ത് വിൽ ബി എഫ് ഓഫ് എ. ഇതിൻ്റെ തൊട്ടടുത്ത പോയിന്റ് ആണെന്ന് ചോദിച്ചോളൂ. ഇതിൻ്റെ തൊട്ടടുത്ത പോയിന്റാണ്, ഇതിൻ്റെ തൊട്ടടുത്ത പോയിന്റാണ് സേ എ പ്ലസ് എച്ച്. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? എഫ് ഓഫ് എ പ്ലസ് എച്ച്. റെഡി അല്ലേ? എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ എഫ് ഓഫ് എ പ്ലസ് എച്ച്, ഞാനിവിടെ ഇങ്ങനെ വര വരച്ചാൽ ഇങ്ങനെ വര വരച്ചു. അപ്പം ഞാൻ ഈ വരേനെ ഞാൻ ഇങ്ങോട്ട് ആക്കി, എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഈ വരയുടെ ഈ ആംഗിളും സെയിം ആയിരിക്കില്ലേ? പാരലൽ ലൈൻസ് കട്ട് ബൈ ട്രാൻസ്വേഴ്സൽ. വാട്ട് വിൽ ബി ദിസ് ലെങ്ത്? ഈ ഫുൾ ലെങ്ത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്, ഈ ലെങ്ത് എഫ് ഓഫ് എ ആണ്. വാട്ട് വിൽ ബി ദിസ് ലെങ്ത്? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. What is this length? A ആണ്, ഇത് a plus h ആണ്. What will be this length? A h ആയിരിക്കും. അപ്പം ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ what is tan theta? Opposite side by adjacent side, അല്ലേ? നോക്കൂ, ഇത് a എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഈ ലെങ്ത് എഫ് ഓഫ് എ ആയിരിക്കും. ഇത് a plus h ആണെങ്കിൽ ഈ ലെങ്ത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കോഡ് വരച്ചാൽ ഈ കോഡിൻ്റെ ഈ ആംഗിളും സെയിം ആയിരിക്കും, ബിക്കോസ് പാരലൽ ലൈൻസ് കട്ട് ബൈ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഈ ആംഗിളിൻ്റെ ടാൻ തീറ്റയാണ് ഈ ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ടാൻ തീറ്റയും സെയിം ആണ്. വാട്ട് ഇസ് ടാൻ തീറ്റ ഓഫ് ദിസ് ആംഗിൾ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. വാട്ട് ഇസ് ഓപ്പോസിറ്റ് സൈഡ്? ഈ ലെങ്ത്. വാട്ട് ഇസ് ദിസ് ലെങ്ത്? ഈ ഫുൾ ലെങ്ത് നിന്ന് ഈ ലെങ്ത് കുറയ്ക്കാം. ഈ ഫുൾ ലെങ്ത് എന്താ? എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. ഈ ലെങ്ത് എന്താ? എഫ് ഓഫ് എ ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്താ? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. അപ്പോൾ ടാൻ തീറ്റ വിൽ ബി എഫ് ഓഫ് എ പ്ലസ് എച്ച് minus f of a divided by h. ഇതാണ് ടാൻ തീറ്റ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ലൈനില്ലേ, നോക്കൂ, ഈ ലൈൻ h സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നോക്കൂ, ഇതാണ് വര വെച്ചോ, ഇതാണ് വര. അപ്പം h സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാറ്? ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ വന്നു അവസാനം ടാൻജൻ്റ് ആവും. അതായത് ഈ എച്ച് ഇങ്ങനെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? ഈ ലൈൻ, നമ്മൾ പണ്ടത്തെ ലൈൻ ഇങ്ങനെയായിരുന്നു, ആദ്യത്തെ ലൈൻ ഇങ്ങനെയായിരുന്നു, ഇതായിരുന്നു പണ്ടത്തെ ലൈൻ. അപ്പം എച്ച് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇതിങ്ങനെ കുറയും, കുറഞ്ഞ് വന്ന് അവസാനം ദിസ് ബിക്കംസ് എ ടാൻജൻറ്റ്. ഇങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആസ് എച്ച് ടെൻസ് ടു സീറോ, ഈ എച്ച് ഇങ്ങനെ ചെറുതായി വരുമ്പം ഈ സാധനം ഇതിങ്ങനെ, ഈ ട്രയാങ്കിൾ ഇങ്ങനെ ചെറുതായി വന്നിട്ട് ഇറ്റ് ബിക്കംസ് എ പോയിന്റ്. അപ്പോൾ എന്താവും? ചിത്രം ഇങ്ങനെയാവും, ടാൻജൻ്റ് ആവും, ഇതിങ്ങനെ ടാൻജൻ്റ്. അപ്പോൾ ആ സമയത്ത് എച്ച് സീറോ ടെൻഡ് ചെയ്യുമ്പം
this triangle will be confined to a point. അപ്പോൾ ആ ഒരു സമയത്ത് പറയുന്ന പേരാണ്, ആ സമയത്ത് എന്തായിരിക്കും, ഈ തീറ്റ will be, tan theta will be the tangent at that point. And that we call it as h tends to 0, f of a plus h minus f of a by h as h tends to 0 നെ വിളിക്കുന്ന പേരാണ് f dash a. And we call that as derivative of f of x at x equals c. And we call that as derivative. ഇതിനാണ് ഡെറിവേറ്റീവ് പറയാം. And the geometrical meaning of derivative is slope of the function at that point. We'll be discussing this tomorrow. ഞാൻ ഇത് നാളെ ഡിസ്കസ് ചെയ്യാം. ബോട്ടണി ക്ലാസ് ആണുള്ളത്, മാത്സ് ക്ലാസ് ഉണ്ടാവില്ല. മാത്സ് ക്ലാസ് അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ അല്ലേ, ഇതാക്കില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം? സ്കൂളിൽ ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഫൈനൽ എക്സാം എപ്പോഴാണ്, എന്നാ തുടങ്ങുന്നത്? ഫൈനൽ എക്സാം ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ആരോൺ, അഭിനവ്, ആരെങ്കിലും? മാർച്ച് 2 ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് എടുക്കാം. അടുത്ത ആഴ്ചയോടുകൂടി ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ബോർഡിലൊന്നും വരില്ല. ഇപ്പം പറയുന്ന ബോർഡിന് വരും, ഞാൻ ഇനി പറയാൻ പോകുന്ന ബോർഡിന് വരും. ലിമിറ്റ് പഠിപ്പിക്കാൻ കാരണം വെച്ചാൽ ലിമിറ്റ് വളരെയധികം ആവശ്യമാണ് അടുത്ത കൊല്ലം കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിക്ക്. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, we'll see next week. Okay.